വർഷമായി കുവൈറ്റിലുള്ള തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുലൈമാൻ കഴിഞ്ഞ 1.5 വർഷമായി വീടുമായി ബന്ധപ്പെടുന്നില്ല. കുവൈറ്റിലെ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിക്കുകയാണ് ഭാര്യ കുൽസും ബീവി. സുലൈമാൻ എത്ര കൊല്ലമായിട്ട് കുവൈറ്റിലുണ്ട്? 2003 ആദ്യം പോയി, പിന്നെ അതിനുശേഷം നാട്ടിൽ വന്നിട്ട് 2006 വീണ്ടും പോയി. വീട്ടിൽ പോയിട്ട് 4.5 വർഷം ആയപ്പം 2011 വീട്ടിൽ വന്നു 2011 മാർച്ചിൽ പോയത്. ഒരു 1.5 വർഷം അടുപ്പിച്ച് വീട്ടിൽ പോകാൻ വിളിക്കുമായിരുന്നു, രൂപയൊക്കെ അയക്കുമായിരുന്നു. അതിനുശേഷം ഇതുവരെ ഇല്ല. എത്ര കാലമായി? 2012 ഓഗസ്റ്റ് 13 വീട്ടിൽ പോകാൻ വിളിച്ചത്. പിന്നെ ഒരു ബന്ധവുമില്ല. പിന്നെ അവിടെയുള്ള കൂട്ടുകാരുണ്ട്, നമ്മൾ വീണ്ട പരിസരത്തുമല്ല. അവരുടെ ഷബീർ, നിസാം, കുമാർ എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അവരൊക്കെ വീട്ടിൽ പോയി തിരക്കി അവരോടത്തൊക്കെ പോയി ചോദിച്ചപ്പോൾ മുമ്പ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇപ്പം 3-4 മാസം കൊണ്ട് അവർ പറയണം അവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കൈരളി ചാനലിൽ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് കൈരളി പ്രവർത്തകർ അവിടെ ഉള്ളവർ ഇവരെ കാണാതെ ഞാൻ പരാതി തന്നാലും തിരക്കി എന്നെ അറിയിക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് അവിടെ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് കാരണം പറഞ്ഞാൽ വീട്ടിൽ ഒരു പിണക്കവും ഇല്ല. 2 മക്കളുണ്ട്. എനിക്ക് 2 മോളാണ്, 2പേരെയും കെട്ടിച്ച്. ഇപ്പോൾ 2 മക്കളെ കല്യാണത്തിന് ഭർത്താവ് നാട്ടിൽ വന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് പറയും കെട്ടിക്കാൻ പറയും. അങ്ങനെ കുവൈറ്റിൽ പൈസ കഴിച്ചു തരുമായിരുന്നു. അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പം വീടില്ല, വീട് വിറ്റാണ് ഇളയ മോളെ കെട്ടിച്ചത്. അപ്പോൾ രൂപയെന്ന് അങ്ങനെ ആയിരിക്കും. വാടകയ്ക്ക് 6 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കും. ഇല്ല. പിന്നെ മക്കൾ കിട്ടുന്നത് കൊണ്ട് തരും, വാടക കൊടുക്കും. മക്കൾക്ക് ജോലിയില്ല? ഇല്ല, 2 പേർക്കും ഇല്ല. മരുമക്കൾ കൊടുക്കണത്. എന്താണ് സുലൈമാൻ അങ്ങനെ ആവാൻ എന്ത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിനാണ് ഇവിടെ വന്നത്. ഇല്ല എന്താണെന്ന് അവിടെ എന്താണ് എന്റെ വീട്ടിലും മക്കളും ഇവിടെ നല്ല ഡീസന്റ് ആയിരുന്നു കഴിഞ്ഞ ആളാണ്. അവിടെ പോയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ചീട്ടുകളിയില്ല, ചെറുതായിട്ട് മദ്യപാനിക്കുമായിരുന്നു. സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളാണോ? ഇല്ല അങ്ങനെ വീട്ടിൽ വന്നാലും അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ പോവേ ഒന്നുമില്ലായിരുന്നു. അവിടെ നല്ല സൗകര്യമായിരുന്നു, നല്ല സ്നേഹത്തിലാണ്. വേറെ ഒരു ബന്ധങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് അവിടെ തിരക്കാ എനിക്കറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടാ? എനിക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെ തിരക്കായാലും അറിയാം എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് കേൾക്കോ എന്തെങ്കിലും സംശയം കേട്ടപ്പോൾ ഒന്നും ഏറ്റിട്ടില്ല ഇതുവരെ. പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഈ ചാനലിൽ വന്നത്. എനിക്ക് നിങ്ങളുടെ കൂടെ അവിടെ ഉള്ള പ്രവർത്തകർ തിരക്കി എന്താണെന്നാക്കി നാട്ടിലെത്തിക്കണം. ഇതിനിടയ്ക്ക് എംബസിയിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഞാൻ എംബസിയിലും കൊടുത്തിരുന്നു 2012. പിന്നെ ഫോണിൽ നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല? ഇല്ല, ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. കൂട്ടുകാരും 4 മാസത്തിന് മുമ്പ് എടുക്കുമായിരുന്നു. ഇപ്പം അവരും എടുക്കുന്നില്ല ഫോൺ വിളിച്ച്. അപ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങൾ നേർ വഴിയിൽ പോകണം, എന്തെങ്കിലും എന്താണ് സർക്കാർ വഴിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി അറിയിക്കാൻ പറയണം. സർക്കാർ വഴി കേസ് കൊടുക്കുകയോ വനിതാ സെല്ലി കൊടുക്കുകയോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. വനിതാ സെല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ല കുഴപ്പമാണ്. ഇത് ഞങ്ങൾ അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഞാൻ കേസിനൊന്നും പോയില്ല, പോകേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ. ഇതുപോലത്തെ നിരവധി ഭർത്താക്കന്മാരുണ്ട്, നിങ്ങളെ ഭർത്താവ് മാത്രമല്ല. ഒരുപാട് ഭർത്താക്കന്മാർ ഗൾഫിൽ പോയിട്ട് വീട് അന്വേഷിക്കാത്ത ആളുകളുണ്ട്. ചിലർക്കൊക്കെ അത്യാവശ്യം ഇതുപോലത്തെ കുഴപ്പങ്ങളുള്ളവരാ. അപ്പോൾ 2011 വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പോകണ്ട, 2 മക്കളെയും കെട്ടിച്ച് ഞാൻ ഒറ്റയ്ക്കാണ്, ഇനി പോകേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ റോട്ടിൻ്റെ അരുവത്ത് സ്ഥലമുണ്ട്, അവിടെ ഒരു കടയും വീടും ഒറ്റ വെച്ച് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് സ്ഥലം 3 സെൻറ്റ് സ്ഥലം എൻ്റെ പേർക്കുണ്ട്. ഞങ്ങൾ 2 പേരെയും പേർക്കുണ്ടാണ്. അപ്പോൾ അതിൽ പിന്നെ വീട് വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും പോയത്. 2011 പോയത്. പോയിട്ട് 1.5 വർഷം വരെ. 1.5 വർഷം അയച്ചു, പിന്നെ ഒന്നും അയച്ചില്ല? ഇല്ല. ഇപ്പോഴും വീട് വെക്കണം. വാടകക്കാരാണെങ്കിൽ വീടിൻ്റെ ഓണർ മാറാൻ പറയുന്നു. 2 വർഷമായപ്പോഴേ പഞ്ചായത്തിൽ നിന്നൊക്കെ പൈസ കിട്ടൂലേ വീട് വെക്കാൻ? ഇല്ല, ഭർത്താവ് വിദേശത്തിന് കൊണ്ട് തരൂല. അപ്പം നിങ്ങൾക്ക് കാര്യമായ എന്തോ സംശയം ഇല്ലായില്ല അല്ലേ? അങ്ങനല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? അപ്പം അങ്ങനെ സംസാരിക്കാം അല്ലേ? സുലൈമാൻ, എനിക്കാണെങ്കിൽ ആമക്കളൊന്നുമില്ല, 2 മരുമക്കളാണ്. അവർ കൂലി പണിക്കാരാണ്. മക്കളെ നിങ്ങൾ പഠിപ്പിച്ചില്ല?
പഠിച്ച് മകൾക്ക് ജോലിയൊന്നുമില്ല. മൂത്ത മകൾ ഡിഗ്രി വരെ പോയി, ഇളയത് +2 വരെ പോയി. നിങ്ങൾക്ക് ആങ്ങളമാരൊന്നുമില്ലേ? എനിക്ക് ആ മകളുണ്ട്, എല്ലാം കൂലിപ്പണി. അവരെ കുടുംബങ്ങൾ നോക്കി അവർ പോകും എല്ലാവരും. കുവൈറ്റിലെ പ്രവാസലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടും സുലൈമാനോടും കൂടിയാണ് ഈ അഭ്യർത്ഥന. സുലൈമാൻ്റെ സുഹൃത്തുക്കൾ ഇവർ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ സുലൈമാനെ കണ്ടിരുന്നു അല്ലേ? കാണാറുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാറില്ല എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത്. അപ്പോൾ സുലൈമാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് മാന്യമായിട്ട് പെരുമാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു പോയില്ലിടും. ആ ജീവിതത്തിലേക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ചില പാകപ്പഴകളൊക്കെ വരും. മനുഷ്യരല്ലേ, ചില പാകപ്പഴകളൊക്കെ വരും. അതൊന്നും നമ്മൾ അത്ര അതിലൊന്നും ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും. നിങ്ങൾ തിരുത്തേണ്ട സന്ദർഭമാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഉറപ്പിച്ചിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ തയ്യാറില്ല. കാരണം ഗൾഫിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ചില സമയത്ത് പണി ഉണ്ടാവില്ല, ചില സമയത്ത് വിസ ഉണ്ടാവില്ല, ചില സമയത്ത് താമസ സൗകര്യം ഉണ്ടാവില്ല. എല്ലാം ഒരുപാട് കെട്ടുപാടുകൾ ഗൾഫ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും ദുരിതപൂർവമായിട്ടുള്ള ജീവിതമാണ് സാധാരണക്കാരായുള്ള ആളുകൾക്ക്. എന്നും അവർക്ക് ഉറങ്ങാൻ പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന രാത്രികൾ കുറവായിരിക്കും എന്നാണ് ഒരു പ്രവാസി എന്ന നിലയിൽ ദീർഘകാലം ജീവിതം നയിച്ച ഒരാൾ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സമാധാനിപ്പിച്ച് കുറച്ച് പൈസ അയച്ചു കൊടുത്ത് ഒന്ന് വന്ന് ഒക്കെ പോയാൽ നന്നായിരിക്കും എന്നാണ് സുലൈമാൻ തോന്നുന്നു. സുലൈമാൻ കൂടുതൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, താൻ അവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. ഞങ്ങളെ പ്രവർത്തകർ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണും, യാതൊരു സംശയമില്ല. ഞങ്ങളെ പ്രവർത്തകർക്ക് ഒരു പക്ഷം ചേരുകയോ ഒരു ഭാഗം ചേരുകയോ എന്നോ പ്രശ്നമൊന്നുമില്ല. പ്രവാസലോകം പ്രവർത്തകർ ന്യായമായിട്ട് ഏതാളുകളെയും സമീപിക്കാൻ അവർക്കൊരു ഭയവുമില്ല. ഏത് വലിയ ആളാണെങ്കിലും അവർ വന്ന് കാണും, യാതൊരു സംശയമില്ല. അപ്പോൾ അവർ അങ്ങനെ ഒരു പക്ഷം പിടിക്കുകയോ ഭാഗം ചേരുകളോ ഒന്നുമില്ല. നിങ്ങളെ കുടുംബത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക, ഒരു ന്യായമായിട്ടുള്ള അത് കുവൈറ്റിലെ പ്രവാസലോകം പ്രവർത്തകർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം തന്നെ സുലൈമാനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ കുടുംബിനിയെ, സുലൈമാൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് അയക്കുകയാണ്. ഉറപ്പായിട്ടും സുലൈമാൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പൊക്കോളെ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്ന മനുഷ്യരെ തേടിയുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായ ആളുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ആദ്യ പ്രവാസിയായ ആദം മുതൽ ഇന്നലെ വിദേശത്തേക്ക് പോയ ആൾ വരെ പീഡനങ്ങൾ സഹിച്ചിട്ടേയുള്ളൂ. അതെന്നും അങ്ങനെ തന്നെയാണ്. പീഡനങ്ങളെ അതിജീവിച്ചവരൊക്കെ വിജയത്തിൻ്റെ പാത കണ്ടെത്തിയിട്ടുമുണ്ട്. മണലാരണ്യങ്ങളിൽ ജോലി നോക്കുന്ന എല്ലാ പ്രവാസികൾക്കും വിജയത്തിൻ്റെ മാർഗം കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.